ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇൻകം ടാക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ക്ലബിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ഇൻകംസ് ആയിട്ട് നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലബിങ്ങിൻ്റെ ഒരു മേജർ പേർപ്പസ് എന്ന് പറയുന്നത് ടാക്സ് ഇവേഷൻസുകൾ ഒഴിവാക്കുക എന്നുള്ളൊരു പേർപ്പസാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. സോ എന്താണ് ക്ലബിംഗ്? ക്ലബിങ്ങിൽ പലതരത്തിലുള്ള പ്രൊവിഷൻസുകളുണ്ട്. നമ്മൾ ബേസിക്കലി ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് മൈനറുമായിട്ട് ബന്ധപ്പെട്ട ക്ലബിംഗ് പ്രൊവിഷൻസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ക്ലബിങ്ങിലേക്ക് നമ്മൾ എപ്പോഴാണ് എത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ്ലി നമ്മുടെ ഒരു പ്രോസസ്സിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നു. അതിനുശേഷമാണ് നമുക്ക് ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് അല്ലേ, മെയിൻലി 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഹെഡ്സിൽ നിന്നാണ് നമ്മൾ ഇൻകംസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻസ്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ്. സോ ഇതിൽ നിന്നുള്ള ഇൻകംസ് എല്ലാം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലബിങ്, സെറ്റ് ഓഫ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന, അതായത് ഈ പറയുന്ന പെർട്ടിക്കുലർ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ആ ഹെഡ്സുമായിട്ട് വരുന്ന ഡിഡക്ഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലബിംഗ് പ്രൊവിഷനിലേക്ക് വരും. അതിനുശേഷം നമ്മൾ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ്, ദെൻ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡിഡക്ഷൻസുകൾ കുറയ്ക്കുന്നു, വിൽ ഫൈൻഡ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പം ഇത് ഓരോന്നും നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് തന്നെയാണ്. ആൻഡ് നൗ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്ലബിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് ക്ലബിംഗ് ഓഫ് ഇൻകം? എന്താണ് ഈ ക്ലബിംഗ് ഓഫ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം, ടാക്സ് ഇവേഷനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ മൈനേഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഓണർഷിപ്പ് ആരിലേക്കാണ് അല്ലെങ്കിൽ ആരാണ് ഇൻകം ഏൺ ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ മറ്റൊരാളാണ് ഏൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ആൾക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കുക, കാരണം അത് ചെയ്യുന്നത് ഒരു പ്രോപ്പർ വേ അല്ലല്ലോ. സോ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ക്ലബിങ്ങിൽ ചെയ്യുന്നത്. സോ ആഡിങ് ഓർ ഇൻക്ലൂഡിങ് ദ ഇൻകം ഓഫ് അനദർ, മോസ്റ്റ്ലി ഇറ്റ് വിൽ കംസ് അണ്ടർ ദ ഫാമിലി മെമ്പേഴ്സ് ടു വൺസ് ഓൺ ഇൻകം. അപ്പോൾ ഒരാളുടെ ഇൻകം മറ്റൊരാളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്ലബിംഗ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതുമായിട്ടുള്ള കാര്യങ്ങൾ സെക്ഷൻ 64 നമ്മൾ പറയുന്നുണ്ട്. സോ ഇങ്ങനെ ചെയ്യുന്നതിന് സർട്ടൻ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആക്ട് ത്രൂ പറയുന്ന കുറേ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഒരു അസസി, അപ്പം നമ്മൾ ആ പറയുന്ന സിറ്റുവേഷൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആൻഡ് അസസി അറ്റംപ്റ്റ്സ് ടു ഷിഫ്റ്റ് ഹിസ് ഇൻകം ടു അതേഴ്സ് so that he may keep the tax liability for a minimum. For this purpose, he arranges to shift an income which facts belong to him to some other person. അപ്പോൾ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ഇൻകം മറ്റൊരാളുടെ ഇൻകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? അയാൾക്ക് അതുവഴി അയാളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാം എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് ക്ലബിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലബിംഗ് വരുന്നത്. സോ വി വിൽ ഡിസ്കസ് ഇറ്റ് അബൌട്ട് സെക്ഷൻ 60 to 64 നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലബിംഗ് ഓഫ് ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ് ആണ്, വിച്ച് വി ആർ ഡിസ്കസിങ് അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1A. സോ ഈ മൈനർ ഇൻകത്തിൻ്റെ, മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിനെ നമ്മൾ എങ്ങനെ ക്ലബ് ചെയ്യുന്നു, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചില സ്പെസിഫിക് കാര്യങ്ങളുണ്ട്. സോ അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. സോ മൈനർ ചൈൽഡ് എന്ന കോൺസെപ്റ്റിൽ സ്റ്റെപ്പ് ചൈൽഡോ അല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡോ എല്ലാവരെയും നമ്മൾ ആ ഒരു ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യും. അതല്ലാതെ ഇതിനൊരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി എത്ര മൈനേഴ്സിൻ്റെ ഇൻകം നമുക്ക് ക്ലബ്ബ് ചെയ്യാം എന്നുള്ളതിനും ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ഒരു ഇൻകം നമ്മൾ മൈനറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഇൻകം തിരിച്ച് എന്ത് ചെയ്യും, ഈ പേരൻറ്റിൻ്റെ ഇൻകത്തിലേക്ക് തന്നെ ക്ലബ്ബ് ചെയ്യുന്ന സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ 2 കുട്ടികളുടെ മാത്രമേ ക്ലബ്ബ് ചെയ്യാൻ പാടുള്ളൂ, 3 കുട്ടികളുടെ മാത്രമേ ക്ലബ്ബ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. എത്ര മൈനർ ചൈൽഡ് ഉണ്ടോ അത്രയും പേരുടെ നമുക്ക് ക്ലബ്ബ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു സിറ്റുവേഷൻ നോക്കിക്കേ. ഇഫ് ദ പേരൻറ്റ് ട്രാൻസ്ഫേർഡ് പ്രോപ്പർട്ടി ടു മൈനർ ആൻഡ് മൈനർ ഗെറ്റ്സ് ഇൻകം. അപ്പം പേരൻറ്റ് എന്ത് ചെയ്തു, പേരൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി മൈനറിന് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് അതിൽ നിന്നുള്ള ഇൻകം മൈനറിനാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. ഈ സാഹചര്യത്തിൽ മൈനറിൻ്റെ ആ ഇൻകം എന്ത് ചെയ്യും, ഈ പറയുന്ന ടാക്സേഷൻ ടൈമിൽ അല്ലെങ്കിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ മൈനറിന് കിട്ടുന്ന ഇൻകം പേരൻറ്റിൻ്റെ ഇൻകമായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ പേരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്യും. ദാറ്റ് ഇസ് ക്ലബിംഗ്. അതാണ് ക്ലബിങ്ങിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളത് ബേസിക്കലി പറഞ്ഞു അല്ലേ, മൈനറിൻ്റെ ഇൻകം നമ്മൾ പേരൻറ്റിൻ്റെ ഇൻകമായിട്ട് ക്ലബ് ചെയ്യുമെന്ന്.
ഇനി നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ ഇൻകം, പേരൻ്റ് എന്ന് പറയുമ്പോൾ മദർ ഓർ ഫാദർ, ആരുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. സോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പേരൻസിൻ്റെ ഇൻകം സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഫാദറിൻ്റെയും മദറിൻ്റെയും ഇൻകം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൽ ആർക്കാണോ കൂടുതൽ ഇൻകം, ഒന്നുകിൽ അത് ഫാദറിനാവാം മദറിനാവാം, അപ്പോൾ ആർക്കാണോ കൂടുതൽ ഇൻകം അവരുടെ ഇൻകവുമായിട്ട് വേണം ഈ മൈനറിൻ്റെ ഇൻകം ക്ലബ് ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പേരൻ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഇതിൽ ആരുടെ ഇൻകമാണ് കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ മൈനറിൻ്റെ ഇൻകം ക്ലബ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഹയർ ഇൻകം ആരുടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇൻകവുമായിട്ടാണ് ക്ലബ് ചെയ്യുന്നത്. ആൻഡ് വൺസ് നമ്മളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, അതായത് നമ്മൾ ഫാദറിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്യുകയാണ്, അതായത് ഇൻകം അദ്ദേഹത്തിനാണ് കൂടുതൽ, അതുകൊണ്ട് ഫാദറിൻ്റെ ഇൻകമായിട്ട് ക്ലബ് ചെയ്യുകയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആ ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും സംഭവിക്കുക. പിന്നീടും ഫാദറിൻ്റെ ഇൻകമായിട്ട് തന്നെയായിരിക്കും ക്ലബ് ചെയ്യുന്നത്. ബട്ട് ഇഫ് ദർ ഇസ് എ സിറ്റുവേഷൻ, അല്ലെ, ചിലപ്പോൾ ഇത് കഴിയുമ്പം ഫാദറിൻ്റെ ഇൻകം കുറയുകയോ മദറിൻ്റെ ഇൻകം കൂടുകയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാം. സോ ലേറ്റർ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അസസിങ് ഓഫീസറിനെ അപ്രോച്ച് ചെയ്യാനും അതിനുശേഷം അവർ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് തരികയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇനി പേരൻസ്, നമ്മൾ നിയമമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പറയണം. ഇപ്പം ചൈൽഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അത് സ്റ്റെപ്പ് ചൈൽഡ് ആണെങ്കിലും അഡോപ്റ്റഡ് ചൈൽഡ് ആണെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇഫ് പേരൻസ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആരാണോ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് അവരുടെ ഇൻകത്തിൻ്റെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ ആരുടെ ഇൻകം കൂടുതൽ എന്നുള്ളൊരു ക്രൈറ്റീരിയ വരുന്നില്ല. ആരാണോ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് അവരുടെ ഇൻകത്തിൻ്റെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഡിഡക്ഷൻസുകളുണ്ട്. ഇങ്ങനെ ക്ലബ് ചെയ്യുന്ന സിറ്റുവേഷനിൽ യു വിൽ ഗെറ്റ് ഡിഡക്ഷൻ. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എക്സംഷൻ നോക്കിക്കേ. സെക്ഷൻ 10 സബ്സെഷൻ 32 നമ്മളോട് എക്സംഷൻ പറയുന്നത്. എത്ര രൂപ നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്? 1500 രൂപ പെർ ആനം പെർ ചൈൽഡ്. അപ്പോൾ നിങ്ങളിങ്ങനെ ക്ലബിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ഡിഡക്ഷൻ കിട്ടും? 1500 വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ദാറ്റ്സ് എ മാക്സിമം എമൗണ്ട്. ഒരു കുട്ടിക്ക് 1500 വെച്ച് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ പല സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നോക്കിക്കേ, ക്ലബ് ഇൻകം, അതായത് പേരൻറ്റുമായിട്ട് ക്ലബ് ചെയ്ത മൈനറിൻ്റെ ഇൻകം 1500 ആണെന്ന് വിചാരിക്കുക. 1500 രൂപയിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി 1300 ആണെങ്കിലോ, അതായത് ശരിക്കും ക്ലബ് ചെയ്തത് നമ്മുടെ ലിമിറ്റിനേക്കാൾ കുറഞ്ഞൊരു എമൗണ്ടാണ്. അപ്പം ആ എമൗണ്ട് ക്ലബ് ചെയ്ത് എത്രയാണോ അതുവരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. 1300 മാത്രം ക്ലബ് ചെയ്ത ഒരാൾക്ക് 1500 ഡിഡക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ 1300 ആണ് നിങ്ങൾക്ക് ക്ലബ് ചെയ്തപ്പോൾ ആയതെങ്കിൽ 1300 രൂപ തന്നെ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അതായത് 1500 കുറഞ്ഞൊരു എമൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ട് വരെയേ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. 1500 അതിന് മുകളിലോ ഒരു എമൗണ്ട് ആണ് എങ്കിൽ 1500 കിട്ടും. കാരണം മാക്സിമം ആണ് 1500. ഓക്കെ, ദെൻ ലാസ്റ്റ് സിറ്റുവേഷനിൽ പറഞ്ഞിരിക്കുന്ന 1600 രൂപ ക്ലബ് ചെയ്തെന്നാണ്. അതായത് മൈനറിൻ്റെ ഇൻകം ആയിട്ടുള്ള 1600 രൂപ നമ്മൾ പേരൻറ്റിൻ്റെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര ഡിഡക്ഷൻ കിട്ടുള്ളൂ? 1500. കാരണം മാക്സിമം ലിമിറ്റ് 1500 ആണ്. ആൻഡ് നമുക്കറിയാം ന്യൂ ടാക്സ് റെജീം വന്നതിനെക്കുറിച്ച്, അല്ലേ? അപ്പോൾ ഈ പല ഡിഡക്ഷൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടുതലും നമുക്ക് അവൈലബിൾ ആകുന്നത് ഓൾഡ് ടാക്സ് റെജീമിലാണ്. ന്യൂ ടാക്സ് റെജീമിൽ ഈ പറയുന്ന ഡിഡക്ഷൻ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു ന്യൂ ടാക്സ് റെജീമിനെ കുറിച്ചൊരു സിറ്റുവേഷനൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ന്യൂ ടാക്സ് റെജീമിൽ അത് അലൗബിൾ അല്ല. നമ്മൾ ഓൾഡ് ടാക്സ് റെജീമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നമുക്കത് അലൗബിൾ ആകുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ദർ ഇസ് നോ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് മൈനർ ചൈൽഡ് ഹൂസ് ഇൻകം ഹാസ് ടു ബി ക്ലബ്ഡ് വിത്ത് ദ ഹയർ ഏർണിംഗ് പേരൻറ്റ്. ഓക്കെ, അതായത് എത്ര കുട്ടികൾ അല്ലെങ്കിൽ എത്ര കുട്ടികളുടെ നമുക്ക് ക്ലബ്ബ് ചെയ്യാം എന്നുള്ളതിനൊരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കുട്ടികളുടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്ലബ്ബ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നൗ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A has 3 minor daughters, 2 minors aged 12 years earning 2000 per annum each and another aged 16 years earning 1200 per annum. So what is the income of minors to be clubbed with the parent? അപ്പോൾ ഇവിടെ 3 കുട്ടികളുണ്ട്. 3 പേരും മൈനർ ചൈൽഡ് ആണ്. അതിൽ 2 കുട്ടികൾ 12 വയസ്സുള്ളതും ഒരു കുട്ടി 16 വയസ്സുള്ളതും. ജസ്റ്റ് ഒരു ഡിഫറൻഷിയേഷൻ നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് അവരുടെ 3 പേരുടെയും ഇൻകംസും നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം എമൗണ്ട് നമ്മൾ ക്ലബ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കിക്കേ, ആദ്യത്തെ 2 കുട്ടികളെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അവർക്ക് സെയിം ഇൻകം ആയതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 2000 വെച്ച് 2 കുട്ടികൾക്കുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരാൾക്ക് 2000 വെച്ചുണ്ട്. ഓക്കെ,
അപ്പം നമുക്ക് കിട്ടുന്ന മാക്സിമം ഡിഡക്ഷൻ ക്ലബ് ചെയ്യുമ്പോൾ എത്രയാണ് 1500 രൂപ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളുടെ 2000 രൂപ ക്ലബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 1500 രൂപ ഡിഡക്ഷൻ കിട്ടും. രണ്ടാമത്തെ ആളുടെ 2000 രൂപ, രണ്ടാമത്തെ മൈനറിന് 2000 രൂപ പറയുമ്പം അതും നമുക്ക് വാർഷികപരമായിട്ട് 1500 രൂപ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് പേരുടെയും കൂടെ ചേർത്തിട്ട് നമുക്ക് 1500 രൂപ ഡിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൈനേഴ്സിനും 500 രൂപയെ ബാലൻസ് ഉള്ളൂ അല്ലേ. അപ്പം അവിടെ നമ്മൾ ക്ലബ് ചെയ്യേണ്ടി വരുന്നത് 500 + 500 1000 ആണ്. ഇനി മൂന്നാമത്തെ കുട്ടിയുടെ സിറ്റുവേഷനിൽ നോക്കിയാൽ 1200 ഏൺ ചെയ്തിട്ടുള്ളൂ. സോ വിച്ച് ഇസ് ലെസ് ദാൻ 1500. അപ്പം നമ്മൾ അവിടെ എന്തെങ്കിലും ആ കുട്ടിയുടെ ക്ലബ് ചെയ്യേണ്ടി വരുമോ? ഇല്ല. സോ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് കാണിക്കാം. സോ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് രണ്ട് ഒരേ ഏജ് ഉള്ള കുട്ടികളുടെ ഇൻകം ആണ്, അവർക്ക് സെയിം ഇൻകംസ് ആണ്. സോ 4000 വരുന്നു. സോ യെസ്, 2000 × 2 രണ്ടുപേരുടെയും കൂടെ ചേർത്താണ് നമ്മളിവിടെ 4000 പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എക്സെംഷൻ അവർക്ക് കിട്ടുന്നത് നമുക്കറിയാം 1500 വെച്ച് ഒരു കുട്ടിക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ 1500 വെച്ച് രണ്ട് കുട്ടികളുടെ കാര്യം പറയുന്നു. സോ യു വിൽ ഗെറ്റ് 3000. ഓക്കെ, സോ നമ്മൾ ഈ ഒരു 3000 കുറയ്ക്കും. 4000 നിന്ന് 3000 പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1000. അപ്പം നമുക്കിവിടെ ടോട്ടലായിട്ട് വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1000 ആണ്. ഇനി നമ്മൾ മൂന്നാമത്തെ കുട്ടിയുടെ സിറ്റുവേഷൻ നോക്കുകയാണ്. ആ കുട്ടിക്ക് 1200 ആണ് ആ കുട്ടി ഏൺ ചെയ്തത് അല്ലേ. ഈ 1200 എക്സംഷൻ എത്ര വരെ കിട്ടും? 1500 അല്ലേ മാക്സിമം എക്സംഷൻ, ഈ ഫുൾ എമൗണ്ടും കിട്ടും അല്ലേ. ഒരു കുട്ടിക്ക് 1500 നമുക്ക് എക്സംഷൻ കിട്ടുക. അപ്പോൾ 1200 രൂപയും നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ആകെ ക്ലബ് ചെയ്യേണ്ടി വരുന്ന ഇൻകം 1000 രൂപ മാത്രമാണ്. ആദ്യത്തെ രണ്ട് കുട്ടികളുടെ സിറ്റുവേഷനിൽ നിന്ന് 500 വെച്ച് വന്ന 1000 രൂപ മാത്രമാണ് ക്ലബ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് എ സിറ്റുവേഷൻ. അപ്പം ഇങ്ങനെയാണ് ക്ലബ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ പറയുന്ന മൈനേഴ്സിൻ്റെ ഇൻകം ക്ലബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, ഇപ്പം അതിൻ്റെ വേറൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. മൈനർ ചൈൽഡ് ഏൺ ₹10 lakh ഫോർ ആക്ടിങ് ഇൻ എ മൂവി. ദിസ് 10 lakh വിൽ ബി കൺസിഡേർഡ് ആസ് എ മൈനർ ഇൻകം. അപ്പം ഇവിടെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി സിനിമയിൽ ആക്ട് ചെയ്ത് ആ കുട്ടിക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടി. അപ്പം നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കും എന്ന് പറയുന്നു? മൈനറിൻ്റെ ഇൻകം ആയിട്ട് കണക്കാക്കും എന്ന് പറയുന്നു. സോ വൈ? സോ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യം തരാം. സോ നമുക്ക് ക്ലബ് ചെയ്യുന്നതിന് ചില എക്സെംഷൻസ് ഉണ്ട്. ഇപ്പം ആ കുട്ടി ഡിസേബിൾഡ് ആണ് എങ്കിൽ നമ്മൾ സെക്ഷൻസുകൾ ഡിസ്കസ് ചെയ്യുമ്പം സെക്ഷൻ 80U പ്രകാരം നമുക്ക് ഡിസബിലിറ്റി ഉള്ള കാര്യങ്ങൾക്ക് ഡിസബിലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സർട്ടൻ ഡിഡക്ഷൻസ് വരുത്തുന്നുണ്ട്. സോ ആ കുട്ടി, ഈ മൈനർ ആയിട്ടുള്ള കുട്ടി ഒരു ഡിസേബിൾഡ് ചൈൽഡ് ആണെങ്കിൽ നമ്മൾ ഈ ക്ലബിങ് ചെയ്യില്ല. ഓക്കെ, ദാറ്റ്സ് എ ഫസ്റ്റ് സിറ്റുവേഷൻ. 2, ഈ കുട്ടി ഏൺ ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ തന്നെ അധ്വാനത്തിലാണ്. ഈ കുട്ടി തന്നെ വർക്ക് ചെയ്ത് ഈ കുട്ടിക്ക് കിട്ടുന്ന ക്യാഷാണ്. അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ കഴിവ് കൊണ്ട് ഈ കുട്ടിക്ക് കിട്ടുന്ന പൈസയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ കുട്ടി ഒരു മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, അതിൻ്റെ വിന്നറായി. അപ്പോൾ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് പോയി ക്ലബ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് മൈനർ ഇൻകം. ആ കുട്ടിയുടെ കഴിവ് കൊണ്ട് നേടിയതാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻകം ഒന്നും നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റില്ല. ഇനി ഉറപ്പായിട്ടൊരു മേജർ ചൈൽഡ് ഏൺ ചെയ്ത ഇൻകം ആണെങ്കിൽ നമ്മളത് ക്ലബ് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ്സ് എ സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാം. സോ ഇവിടെ പറഞ്ഞത് മൈനർ ചൈൽഡ് ഏൺ ചെയ്ത 10 lakh എന്ന് പറയുന്നത് മൂവിയിൽ ആക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ആ കുട്ടിയുടെ കഴിവുകൊണ്ട് നേടിയതാണ് അല്ലേ. അപ്പോൾ ഈ ഇൻകത്തിനെ നമ്മൾ എന്തായിട്ടേ കണക്കാക്കത്തുള്ളൂ? മൈനറിൻ്റെ ഇൻകം മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരികയാണ്, ഒരു കുട്ടി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, അതിന് പ്രൈസ് കിട്ടി, ഇത് ക്ലബ് ചെയ്യണം? വേണ്ട, ക്ലബ് ചെയ്യേണ്ട. പക്ഷെ അവിടെ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നുണ്ടോ? ഇഫ് ദ ചൈൽഡ് ഡെപ്പോസിറ്റ് ദിസ് 10 lakh as an FD in a bank and receive 10,000 as an interest, then that 10,000 will be clubbed with the higher earning parent. അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയ വരുമാനം ഈ കുട്ടി ഒരു FD ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ആ ക്യാഷിനെ ആ കുട്ടി മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിൽ നിന്ന് കുട്ടി ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് ആരുടെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യും? പേരൻറ്റിൻ്റെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യും. അതായത് ആ കുട്ടിക്ക് കിട്ടിയ ക്യാഷ് കുട്ടി ഇൻവെസ്റ്റ് ചെയ്ത് വേറൊരു ഫോമിൽ കുട്ടി വീണ്ടും വരുമാനം നേടുകയാണ്. അപ്പം ആ കിട്ടിയ എമൗണ്ട് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് അവകാശപ്പെട്ടാണ്, അതിൻ്റെ മൈനർ ഇൻകമാണ്. പക്ഷേ അത് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിൽ നിന്നൊരു വരുമാനം വരികയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇൻകം പേരൻറ്റിൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യും. ഓക്കെ, സോ സിറ്റുവേഷൻസ് വളരെ കൃത്യമായിട്ടും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇങ്ങനെ ക്ലബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, സോ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലബിങ്ങിൻ്റെ സിറ്റുവേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ മൈനറിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ എക്സെംഷൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത് അല്ലേ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. നൗ ജൂൺ 2025 നമ്മളോട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ കേസ് ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ്സ് ദ ഇൻകം ഓഫ് 25,000 ഓഫ് ഹിസ് മൈനർ ചൈൽഡ് ഇൻ ടേംസ് ഓഫ്
Section 64, such individual shall entitled to an exemption under Section 10 subsection 32 of. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മൈനർ ചൈൽഡായിട്ടുള്ള കുട്ടിക്ക് കിട്ടിയ വരുമാനം 25,000 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 25,000 രൂപ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻ എത്രത്തോളമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ചോദിച്ചിരിക്കുന്നത് മൈനറിൻ്റെ ഇൻകം ഈ പറയുന്ന പാരൻറ്റിൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എത്രയാണ് മാക്സിമം ലിമിറ്റ്? വിച്ച് ഇസ് 1,500. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ? യെസ്, വിച്ച് ഇസ് ഓപ്ഷൻ ബി. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. സോ അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ക്ലബിംഗ് അല്ലേ. സോ ക്ലബിംഗ് എന്താണ്, അതിൻ്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, സെക്ഷൻസുകൾ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതേ ഒരു ഫോമാറ്റിൽ, നമ്മുടെ എക്സാക്ട്ലി ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ എന്നല്ല, ബട്ട് സ്റ്റിൽ എബൌട്ട് ഈ എക്സംഷനെ കുറിച്ചൊക്കെ 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ചില ഏരിയാസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്, അത് റിപ്പീറ്റഡ്ലി നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ആകെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂ ടാക്സ് റെജീമിൽ ഇത് അലൗബിൾ അല്ല എന്നുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.